നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നല്ല ശക്തിയായി ഒഴുകുന്ന ഒരു നദി. ആ നദിക്കടിയിലെ അദൃശ്യമായ ചുഴികൾ, അല്ലെങ്കിൽ ആ ഒഴുക്കിലെ സ്വാഭാവികമായ തിരിവുകൾ, ഇതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും കൃത്യമായി അളക്കുക? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? നമസ്കാരം, നമ്മുടെ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെക്റ്റർ ഫീൽഡിലെ വളരെ രസകരമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. കൂടെ എഞ്ചിനീയറിംഗിലെയും ഫിസിക്സിലെയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സ്റ്റോക്സ് തിയറത്തെക്കുറിച്ചും. ഇന്നത്തെ നമ്മുടെ യാത്ര പ്രധാനമായും ഈ വിഷയങ്ങളിലൂടെയാണ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആൻഡ് വെക്ടേഴ്സ്, അതിനുശേഷം അണ്ടർസ്റ്റാൻഡിംഗ് വെക്ടർ കേൾ, പിന്നെ ദ മാട്രിക്സ് ഇക്വേഷൻ, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കേൾ, സ്റ്റോക്സ് തിയറം എക്സ്പ്ലെയിൻഡ്, ഒടുവിലായി വെരിഫൈയിങ് സ്റ്റോക്സ് തിയറം. അപ്പോൾ തുടങ്ങാമല്ലേ? ശരി, നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആൻഡ് വെക്ടേഴ്സ്. ത്രിമാന ലോകത്തിന്റെ, അതായത് 3D സ്പേസിന്റെ അടിസ്ഥാനം ഇതാണല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും ഈ വെക്റ്റർ ഫീൽഡ്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രത്യേക സ്ഥലത്തെ എല്ലാ പോയിന്റിലും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഒരു അളവിനെ സൂചിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ഇതൊന്ന് ആലോചിച്ചു നോക്കാം. അന്തരീക്ഷത്തിൽ പെയ്യുന്ന മഴത്തുള്ളികളുടെ വെലോസിറ്റി, അല്ലെങ്കിൽ ഒരു കാന്തത്തിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ വെക്റ്റർ ഫീൽഡിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. നോക്കൂ, ഈ ഫിസിക്കൽ ഫീൽഡിനെ കൃത്യമായി അളക്കാനും കണക്കുകൂട്ടാനും നമുക്കൊരു ഉറപ്പായ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ വേണമല്ലോ. അതിനാണ് നമ്മുടെ പഴയ സുഹൃത്തായ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? എക്സ്, വൈ, സെഡ് എന്നീ 3 ആക്സിസുകളിൽ ഒരു പോയിന്റിനെ എക്സ്, വൈ, സെഡ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു വെക്ടറിനെ കൃത്യമായി a=ax ax പ്ലസ് ay പ്ലസ് az എന്ന് സൂചിപ്പിക്കാം. ഇതിലെ ax, ay, az എന്നിവ തമ്മിൽ ലംബമായിട്ടുള്ള, അതായത് മ്യൂച്വലി ഓർത്തോഗണലായ യൂണിറ്റ് വെക്ടേഴ്സാണ്. എല്ലാം തുടങ്ങുന്നത് എവിടുന്നാണ് കേടാ? ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് വെക്ടർ കേൾ. ഒരു ഫീൽഡിലെ റൊട്ടേഷൻ എങ്ങനെ അളക്കാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു വലിയ നദിയിലെ ഒരൊറ്റ മൈക്രോസ്കോപ്പിക് പോയിന്റിലുണ്ടാകുന്ന സൂക്ഷ്മമായ സർക്കുലേഷൻ, അഥവാ ആ കറക്കം എങ്ങനെ അളക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണാത്ത ആ ഒളിഞ്ഞിരിക്കുന്ന റൊട്ടേഷൻ കണ്ടെത്താൻ നമുക്ക് എന്താണ് വഴി? ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് നമ്മൾ കേൾ ഉപയോഗിക്കുന്നത്. കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്, അഥവാ del(a) എന്നത് ശരിക്കും ഒരു ആക്സിയൽ വെക്ടറാണ്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഏരിയ 0ലേക്ക് അടുക്കുമ്പോൾ, അതായത് ഏരിയ ടെൻഡ്സ് ടു 0 ആകുമ്പോൾ, ആ പോയിന്റിലെ പരമാവധി സർക്യുലേഷനെയാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഫീൽഡ് ആ പ്രത്യേക ബിന്ദുവിൽ എത്രത്തോളം കറങ്ങുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ഗണിതശാസ്ത്ര അളവാണിത്. ആശയം മനസ്സിലായ സ്ഥിതിക്ക് ഇതൊന്ന് കണക്കുകൂട്ടി നോക്കിയാലോ? ദ മാട്രിക്സ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ സ്വേൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സങ്കീർണമെന്ന് തോന്നുന്ന ഈ കേളിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 3x3 ഡിറ്റർമിനന്റ് മാട്രിക്സ് രൂപത്തിൽ എഴുതാം എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ആദ്യത്തെ വരിയിൽ യൂണിറ്റ് വെക്ടേഴ്സായ ax, ay, az. രണ്ടാമത്തെ വരിയിലോ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സായ ∂x, ∂y, ∂z. ഇനി മൂന്നാമത്തെ വരിയിൽ വെക്ടർ കോമ്പണൻസായ ax, ay, az. ഈ ഒരൊറ്റ മാട്രിക്സ് അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഏത് വെക്ടർ ഫീൽഡിന്റെയും കേൾ നമുക്ക് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാം. കണ്ടോ, മാത്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ഫിസിക്കലായൊരു തലത്തിലേക്ക് വരാം. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കേൾ. ഇതൊരു പാഡിൽ വീൽ അനാലജി വെച്ച് നോക്കാം. ഈ മാത്സ് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പാഡിൽ വീൽ അനാലജി ഉപയോഗിക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു പുഴയിൽ വെള്ളം ഒഴുകുന്നിടത്ത് നിങ്ങളൊരു ചെറിയ പാഡിൽ വീൽ വെക്കുകയാണ്. ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തിയാൽ ആ വീൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഫീൽഡ് ഒരു റൊട്ടേഷണൽ ഫീൽഡാണ്. അതായത് അവിടെ കേൾ 0 കേൾ ഈസ് നോട്ട് ഈക്വൽ ടു 0. എന്നാൽ വെള്ളം ഒഴുകുന്നതിനൊപ്പം ആ വീൽ കറങ്ങാതെ വെറുതെ മുന്നോട്ടൊഴുകി പോവുക മാത്രമാണ് ചെയ്യുന്നതെങ്കിലോ, അതാണ് ഇർറൊട്ടേഷണൽ ഫീൽഡ്. അവിടെ കേൾ കൃത്യമായി 0 എത്ര സിമ്പിളായ ആശയമാണെന്ന് നോക്കൂ. ശരി, നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തുകയാണ്. സ്റ്റോക്സ് തിയറം എക്സ്പ്ലെയിൻഡ്. ഇതിനെ നമുക്കൊരു ഗ്രാൻഡ് യൂണിഫിക്കേഷൻ എന്ന് തന്നെ വിളിക്കാം. ഈ സ്റ്റോക്സ് തിയറം കൃത്യമായി പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു സർഫേസിലെ, അഥവാ പ്രതലത്തിലെ എല്ലാ മൈക്രോസ്കോപ്പിക് കേൾസിന്റെയും തുക എടുത്താൽ അത് ആ സർഫേസിന്റെ പുറമേയുള്ള അതിർത്തിയിലൂടെയുള്ള ആകെ സർക്കുലേഷന് തുല്യമായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ ഇതൊരു മാജിക് പോലെ തോന്നുന്നില്ലേ? ഒരു പ്രതലത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ചാൽ അതതിന്റെ അതിർത്തിയിലെ വലിയ കാര്യങ്ങളുമായി കൃത്യമായി മാച്ചാവുന്നു. അക്ഷരാർത്ഥത്തിൽ ഗംഭീരം തന്നെ.
ഇത് ഗണിതശാസ്ത്രപരമായി കാണിക്കുന്നത് ഒരു ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെ വളരെ മനോഹരമായി ഒരു സർഫസ് ഇൻ്റഗ്രലായി മാറുന്നു എന്നതാണ്. ഇടതുവശത്ത് കാണുന്ന ലൈൻ ഇൻ്റഗ്രലും വലതുവശത്തുള്ള സർഫസ് ഇൻ്റഗ്രലും തികച്ചും തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതുകൊണ്ട് എന്താണ് ഗുണമെന്നല്ലേ? ഈ ഒരൊറ്റ സമവാക്യം സങ്കീർണമായ ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് സത്യം. ഇനി നമുക്കിതൊന്ന് പ്രാക്ടിക്കലായി ചെയ്തു നോക്കാമല്ലേ? വെരിഫൈയിങ് സ്റ്റോക്സ് തിയറം ഒരു യഥാർത്ഥ അക്കാഡമിക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു യഥാർത്ഥ യൂണിവേഴ്സിറ്റി പരീക്ഷയിലെ ചോദ്യം തന്നെ എടുത്തു നോക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് F=x²y(ax–y(a)y) എന്നൊരു വെക്റ്റർ ഫീൽഡ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു റെക്ടാങ്കുലർ കോൺടറിന്റെ 4 കോണുകൾ അഥവാ കോർണേഴ്സ് ഒറിജിൻ മുതൽ 2,1,0 വരെയാണെന്നും പറഞ്ഞിരിക്കുന്നു. ഈ ഡേറ്റ വെച്ച് സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ മുൻപ് പഠിച്ച തിയറി എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സോൾവ് ചെയ്യാൻ വളരെ വ്യക്തമായ, ലോജിക്കലായ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം മതി. ഒന്നാമതായി XY പ്ലെയിനിലുള്ള ആ റെക്ടാങ്കുലർ കോണ്ടൂർ ഏതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമതായി ഈ ക്ലോസ്ഡ് ബൗണ്ടറിയിലൂടെയുള്ള എഫിന്റെ ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ പഠിച്ച മാട്രിക്സ് ഉപയോഗിച്ച് കേൾ ഓഫ് എഫ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ സർഫസ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അവസാനമായി ഈ കിട്ടിയ 2 മാത്തമാറ്റിക്കൽ റിസൾട്ട്സും കൃത്യമായി തുല്യമാണോന്ന് ഉറപ്പുവരുത്തുക. തുല്യമാണെങ്കിൽ സംഗതി റെഡി. ഇത്രയുള്ളൂ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യാൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വെക്റ്റർ കേളും സ്റ്റോക്സ് തിയറവും ഒക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മഹാസമുദ്രങ്ങളിലെ അടിയൊഴുക്കുകൾ മുതൽ പ്രപഞ്ചത്തിലെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ്സിൽ വരെ വേറെ എവിടെയൊക്കെയായിരിക്കും ഈ സ്റ്റോക്സ് തിയറം ഇങ്ങനെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടാവുക? ഈ ഒരു ഗണിതശാസ്ത്രം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ എത്ര മനോഹരമായാണ് വിവരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വലിയ അത്ഭുതം തോന്നുന്നില്ലേ? തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ഇത് നിങ്ങളെ പ്രചോദിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് വലിയ നന്ദി. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.